ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയും സയൻസിനെ കുറിച്ചാണ്. നമുക്കറിയാം, ചില ഫിംഗറിങ്സ് നമ്മൾ ചില നോട്ടുകൾ വായിക്കുമ്പോൾ ഷിഫ്റ്റ് ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ വായിച്ചു നോക്കുമ്പോൾ അറിയാൻ പറ്റും. ഒരു നോട്ടിൽ നിന്ന്, അതായത് ഒരു നോട്ടിൽ നിന്ന് വേറെ നോട്ടിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ആ നോട്ട് കറക്റ്റായിട്ട് നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, കുറേ നേരം നമ്മൾ സ്ലോ ആയിട്ട് ആ നോട്ടുകൾ പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ കുറച്ച് ഒരു 10 പ്രാവശ്യമൊക്കെ നമ്മളൊന്ന് വായിച്ചു വരുമ്പോൾ ആ നോട്ട് നമുക്ക് പെട്ടെന്ന് കിട്ടും. അത് മനസ്സിലാകും. എന്തുമാത്രം പ്രഷർ കൊടുക്കണം, കീസൊക്കെ എന്തുമാത്രം പ്രസ് ചെയ്യണം, എംബോഷർ എങ്ങനെയായിരിക്കണം, ഇതൊക്കെ നമുക്ക് അന്നേരം മനസ്സിലാകും. അങ്ങനെ ഒരു ഫിംഗറിങ്ങിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത്. ഇച്ചിരി ഡിഫിക്കൾട്ടായിട്ടുള്ള ഒരു ഫിംഗറിങ്, അത്ര ഭയങ്കര പാടല്ല എങ്കിലും ഞാൻ പറയാം. അതായത് സിയും നമ്മൾ ഇതുണ്ട്, സി, ഈ സിയും ഡിയും എല്ലാം കൂടിയാണ് ഡി. ഈ ലെഫ്റ്റ് ഹാൻഡ് സെൻറ്റർ ഫിംഗറാണ് സി, ഇത് ഡി. ഈ രണ്ട് നോട്ടുകൾ സൂക്ഷിച്ച് വായിച്ചില്ലെങ്കിൽ അത് ചില സമയത്ത് പ്രശ്നമായി തീരും. ഉദാഹരണം നോക്കി, ഇതാണ് സി, ഇത് ഡി ആണ്. ഇങ്ങനെയാണ് നോട്ടെന്ന് വിചാരിച്ചു. അതായത് സി ഡി ബി. ഓക്കെ, ഞാനിത് കാണാൻ വേണ്ടിയിട്ടാണ്, ഈ നോട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് കൈ ഇങ്ങനെ ഫിംഗർ ഇങ്ങനെ പൊക്കി പിടിക്കുന്നത്. അപ്പോൾ പൊക്കരുത്, ഇതിൻ്റെ ഒപ്പം തന്നെ നിൽക്കുള്ളൂ. അത് നിങ്ങൾക്ക് അറിയാം, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ നിങ്ങൾക്ക് ഈ നോട്ടുകൾ വ്യക്തമായിട്ട് കാണാൻ വേണ്ടി, ഏത് നോട്ടാണ് ഞാൻ പ്രസ് ചെയ്യുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കൈ പൊക്കുന്നത്. ഓക്കെ ഓക്കെ, ഇത് സിയ, അത് നിങ്ങൾക്കറിയാം, ഇത് സിയ എന്നറിയാം അല്ലേ. സി, ഇത് എല്ലാം കൂടി നിൽക്കുക, ഒക്ടേവ് പിടിച്ചിട്ട് ഈ 6 നോക്കിക്കഴിഞ്ഞാൽ അത് ഡി ആയിരിക്കും. ഇങ്ങനെയൊക്കെ നമ്മൾ സ്പീഡിൽ വായിക്കുമ്പം മിക്കവാറും ആ ഡി നമുക്ക് കറക്റ്റായിട്ട് ചിലപ്പോൾ കിട്ടത്തില്ല. അപ്പോൾ അതിനെന്താ എടുക്കേണ്ടത്, അത് ശരിക്കും നിങ്ങൾ ആ 2 നോട്ടുകൾ, 2 അല്ല 3 നോട്ടുകൾ പ്രാക്ടീസ് ചെയ്യണം. സ്ലോ ആയിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് പിന്നെ സ്പീഡാക്കണം. മനസ്സിലായില്ലേ? അപ്പോൾ അത് കറക്റ്റായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ നോക്കണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഷിഫ്റ്റിങ്ങാണ്. ഓക്കെ, അപ്പം ആദ്യം നമ്മൾ വായിക്കുമ്പോൾ ചെയ്യേണ്ടത് വളരെ സ്ലോ ആയിട്ട് വേണം ഓരോ നോട്ടിനെ സമീപിക്കേണ്ടത്. പിന്നീട് ആ നോട്ട് ഉറപ്പായെന്ന് കാണുമ്പോഴാണ് നമ്മൾ നന്നായിട്ട് വായിച്ചു പഠിക്കേണ്ടത്. ഓക്കെ, അപ്പം ഇത് പറയാനാണ് ഇന്നത്തെ വീഡിയോ ആയിട്ട് ഞാൻ എത്തിയത്. അപ്പോൾ ഇതൊന്ന് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. സി ടു ഡി, സി ഡി, പിന്നെ ബിയിലേക്ക് വരിക. ഓക്കെ, ഇങ്ങനെ ഒന്ന് വായിച്ചു നോക്കണം. ഓക്കെ, അപ്പം അത് നല്ലൊരു എക്സർസൈസ് ആയിരിക്കും, അതൊന്ന് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് എത്താം. ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ഷെയർ ചെയ്ത് കൊടുക്കുക. ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ, ഇത് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു സോ മച്ച്.